റേഡിയൽ ലൈറ്റിംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 2 ചാനൽ ചേസർ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിനെ 2 ചാനൽ ഫ്ലാഷർ എന്നും പലരും വിളിക്കാറുണ്ട്. ഈ ഒരു ചേസർ 12 വോൾട്ട് ഡിസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് 12 വോൾട്ടിന്റെ പിക്സലുകളുടെ കൂടെ ഉപയോഗിക്കാം, മൊഡ്യൂളുകളുടെ കൂടെ ഉപയോഗിക്കാം. അതുപോലെ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന നിയോൺ സ്ട്രിപ്പുകളുടെ കൂടെയും നമ്മുടെ നോർമൽ LED സ്ട്രിപ്പുകളുടെ കൂടെ എല്ലാം നമുക്ക് ഈ ഒരു ചേസർ ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്ലാസ്റ്റിക് ബോക്സിലാണ് ഈ ഒരു ചേസർ വരുന്നത്. നിങ്ങൾ ഈ ബോക്സിൽ ഹോൾ ഇട്ടിട്ട് ചേസർ ബോക്സിൽ തന്നെ വെച്ചിട്ട് വയർ പുറത്തേക്ക് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാവുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആവുന്നതിന്റെ പേടികളൊന്നും വേണ്ട. 2 സെറ്റ് വയറുകൾ, മൊത്തത്തിൽ 4 വയറുകളാണ് ഈ ഒരു ചേസറിൽ വരുന്നത്. അത് ആദ്യം കാണുന്നതെന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് വോൾട്ടേജ് കൊടുക്കാനുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ചുവപ്പ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആണ് വരുന്നത്. പിന്നീട് നമ്മുടെ 2 സെറ്റ് LEDകളിലേക്ക് കൊടുക്കാനുള്ള ആ ഒരു നെഗറ്റീവ് 2 ചാനലുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന വേരിയബിൾ റെസിസ്റ്റൻസ് വെച്ചിട്ട് ഈ ഒരു ചേസറിന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ടെസ്റ്ററോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ചിട്ട് ഈ ഒരു നോബ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഇതിന്റെ 2 ചാനലുകൾ സൂചിപ്പിക്കാനായിട്ട് 2 മഞ്ഞ LEDകളും ഈ ഒരു ചേസറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചേസർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. കണക്ട് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ 2 ചാനൽ ചേസർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് 2 സെറ്റ് പിക്സൽ 12 വോൾട്ടിന്റെ KDNന്റെ 2 സെറ്റ് പിക്സൽ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പവർ ചെയ്യാനായിട്ട് 12 വോൾട്ട് 100 വാട്ട്സിന്റെ ഒരു പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഇതിലുള്ള പോസിറ്റീവുകളെല്ലാം നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്യണം. നമ്മുടെ ചേസറിന്റെ പോസിറ്റീവും 2 സെറ്റ് LEDകളുടെ പോസിറ്റീവും ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് അത് നമ്മുടെ പവർ സപ്ലൈയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കാം. പവർ സപ്ലൈയുടെ പ്ലസ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ടെർമിനലിലേക്ക് കൊടുക്കണം. അതിനുശേഷം ചേസറിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ബ്ലാക്ക് വയർ നമ്മുടെ പവർ സപ്ലൈയുടെ നെഗറ്റീവ് പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ പവർ സപ്ലൈയുടെ കണക്ഷനുകൾ കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമ്മുടെ പിക്സൽ നമ്മുടെ ചേസറിലേക്ക് കണക്ട് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ഓരോ ചാനലിൽ നിന്ന് വരുന്ന ഓരോ മഞ്ഞ വയർ ഉണ്ടല്ലോ, അത് ഓരോന്നും നമ്മുടെ ഓരോ പിക്സലിന്റെ നെഗറ്റീവിലേക്ക്, ആദ്യത്തെ സെറ്റ് പിക്സലിന്റെ നെഗറ്റീവ് ഒരു മഞ്ഞ വയറിലേക്ക് കണക്ട് ചെയ്യുക, രണ്ടാമത്തെ സെറ്റ് പിക്സലിന്റെ നെഗറ്റീവ് രണ്ടാമത്തെ മഞ്ഞ വയറിലേക്ക് കണക്ട് ചെയ്യുക. ഇത്രയും കണക്ഷൻ കൊടുത്തിട്ട് നമ്മുടെ 12 വോൾട്ട് പവർ സപ്ലൈയിലേക്ക് ലൈനും ഫേസും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചേസർ ഇവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു സാധാരണ 12 വോൾട്ട് ചേസർ ആണ്, ഹെവി ഡ്യൂട്ടി ചേസർ ഒന്നുമല്ല. അതുകൊണ്ട് ഒരു 5 സെറ്റ് പിക്സൽ വരെയൊക്കെ കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഒരു 250 LED അല്ലെങ്കിൽ 5 സെറ്റ് വരെ കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതുപോലെ ഒരു കാര്യം ഓർക്കുക, ഇത് 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് AC-യിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് 12 വോൾട്ടിന്റെ LEDകളുടെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ 12 വോൾട്ടിന്റെ പവർ സപ്ലൈ ഉപയോഗിക്കണം. അല്ലാതെ ഡയറക്റ്റ് നമുക്ക് AC-യിലേക്കും കണക്ട് ചെയ്യാൻ പറ്റില്ല. 5 വോൾട്ടിന്റെ LEDകളും ഈ ഒരു ചേസർ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതല്ല. 12 വോൾട്ടിന്റെ LEDകൾ മാത്രമാണ് നമുക്ക് ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാ കമ്പോണൻസും നമ്മുടെ ഇപ്പോൾ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് കൊച്ചി നോർത്ത് പരവൂരും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുമാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം, അല്ല ഇനി കൊറിയർ ചെയ്ത് കിട്ടാനാണെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടേക്ക് നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ്. അപ്പോൾ LED മറ്റ് സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.